നമസ്കാരം. കനത്ത തെരഞ്ഞെടുപ്പ് പരാജയത്തിന് പിന്നാലെ ചരിത്രത്തിലെ ഏറ്റവും വലിയ തിരുത്തൽ നടപടികളിലേക്ക് CPM കടക്കുമ്പോൾ പാർട്ടി കടുത്ത ഉൾപാർട്ടി പോരിലേക്കും വിഭാഗീയതയിലേക്കും നീങ്ങുന്നതായി സൂചന. സെപ്റ്റംബർ 2ാം വാരം കോഴിക്കോട്ട് നടക്കാനിരിക്കുന്ന വിശാല സംസ്ഥാന കമ്മിറ്റി യോഗത്തിൽ അസാധാരണമായ അഴിച്ചുപണികളും നേതൃമാറ്റത്തിനായുള്ള കടുത്ത സമ്മർദ്ദവും ഉണ്ടാകുമെന്നാണ് രാഷ്ട്രീയ കേന്ദ്രങ്ങൾ വിലയിരുത്തുന്നത്. പാർട്ടി അണികൾക്കിടയിൽ കനത്ത അതൃപ്തി പുകയുന്ന ഈ ഒരു സാഹചര്യത്തിൽ കോഴിക്കോട് സമ്മേളനത്തിൽ എന്തും സംഭവിക്കാമെന്ന അവസ്ഥയാണ് നിലവിലുള്ളത്. തുടർഭരണം പാർട്ടിയെ പൂർണ്ണമായും നിർജീവമാക്കിയെന്നും നേതാക്കളുടെ അഹങ്കാരവും ധാർഷ്ട്യവും സാധാരണക്കാരെ പോലും പാർട്ടിയിൽ നിന്ന് അകറ്റിയെന്നുമുള്ള കടുത്ത യാഥാർത്ഥ്യം ബ്രാഞ്ച് കമ്മിറ്റികൾ മുതൽ കേന്ദ്ര കമ്മിറ്റി വരെയുള്ള അവലോകനങ്ങളിൽ ഇതിനകം തന്നെ ഔദ്യോഗികമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ ഒരു സാഹചര്യത്തിലാണ് വെറും സംസ്ഥാന സമിതിക്ക് അപ്പുറം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളെയും പോഷക സംഘടനാ ഭാരവാഹികളെയും ഉൾപ്പെടുത്തി വിശാല സംസ്ഥാന സമിതി വിളിച്ചു ചേർക്കാൻ ഈ പാർട്ടി നിർബന്ധിതമായത്. താഴെത്തട്ടിലുള്ള വികാരം സംസ്ഥാന നേതൃത്വത്തെ നേരിട്ട് ബോധ്യപ്പെടുത്താൻ ഈ യോഗം വേദിയാകും. പാർട്ടിയിൽ വിഭാഗീയതയ്ക്ക് സമാനമായ ചേരിതിരിവ് രൂക്ഷമായിരിക്കുന്ന ഈ ഘട്ടത്തിൽ കോഴിക്കോട് നടക്കുന്ന യോഗത്തിൽ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളുടെ നിലപാടുകളായിരിക്കും ഏറ്റവും നിർണായകമാവുക. കണ്ണൂർ, കോഴിക്കോട്, എറണാകുളം, തിരുവനന്തപുരം തുടങ്ങിയ പ്രബല ജില്ലകളിൽ നിന്നുള്ള പ്രതിനിധികൾ നിലവിലെ നേതൃത്വത്തിന്റെ വീഴ്ചകൾ അക്കമിട്ട് നിരത്തി കടുത്ത വിമർശനം ഉന്നയിക്കാനാണ് തയ്യാറെടുക്കുന്നത്. താഴെത്തട്ടിൽ ജനങ്ങളുമായി നേരിട്ട് സമ്പർക്കം പുലർത്തുന്ന ജില്ലാ നേതാക്കളുടെ കടുത്ത നിലപാടുകൾക്ക് മുന്നിൽ സംസ്ഥാന നേതൃത്വത്തിന് മറുപടി നൽകുക എളുപ്പമാകില്ല. പാർട്ടിയെ ഈ പതനത്തിലേക്ക് നയിച്ചതിൽ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനെ പ്രതിക്കൂട്ടിൽ നിർത്തുന്ന വിമർശനങ്ങളാണ് അണിയറയിൽ ശക്തമാകുന്നത്. പാർട്ടി സെക്രട്ടറി എന്ന നിലയിൽ അണികൾക്ക് ആത്മവീര്യം പകരാനോ സർക്കാരിന്റെ വീഴ്ചകളിൽ തിരുത്തൽ ശക്തിയായി മാറാനോ ഗോവിന്ദന് കഴിഞ്ഞില്ലെന്നാണ് ഉയരുന്ന ആക്ഷേപം. നേതൃമാറ്റമില്ലാതെ പാർട്ടിക്കിനി ഒരു ഊർജവും വീണ്ടെടുക്കാനാകില്ലെന്ന വികാരം ജില്ലാ നേതാക്കൾക്കിടയിൽ ശക്തമായതിനാൽ MV ഗോവിന്ദന്റെ പദവിക്ക് മേൽ കരിനിഴൽ വീണുകഴിഞ്ഞു. സംസ്ഥാന നേതൃത്വത്തിന് പുറമെ നിയമസഭയിലെ പ്രതിപക്ഷത്തിന്റെ മെല്ലെപ്പോക്കിലും പാർട്ടിയിൽ കടുത്ത അതൃപ്തി പുകയുകയാണ്. 102 അംഗങ്ങളുള്ള UDF ഭരണപക്ഷത്തിന്റെ പടുകൂറ്റൻ ഭൂരിപക്ഷത്തെ നേരിടാൻ വെറും 35 അംഗങ്ങൾ മാത്രമുള്ള LDF പ്രതിപക്ഷത്തിന് അസാധാരണമായ വീര്യവും പുതിയ ശൈലിയും ആവശ്യമുണ്ട്. എന്നാൽ സഭയ്ക്കുള്ളിൽ പ്രതിപക്ഷത്തെ നയിക്കുന്നതിൽ നിലവിലെ നേതൃത്വം പൂർണ്ണ പരാജയമാണെന്നാണ് നിയമസഭാ കക്ഷിയിലെ ഭൂരിഭാഗം അംഗങ്ങളുടെയും വിലയിരുത്തൽ. ഈ സാഹചര്യത്തിൽ പ്രതിപക്ഷത്തെ നയിക്കാൻ സഭയിലും തലമുറ മാറ്റം വേണമെന്ന ആവശ്യം പാർട്ടിക്കുള്ളിൽ വളരെ ശക്തമായി തന്നെ ഉയർന്നു വന്നിട്ടുണ്ട്. ഇത് മറ്റാരെയുമല്ല, പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനെ തന്നെയാണ് ലക്ഷ്യമിടുന്നത്. പഴയ പോരാട്ട വീര്യം നഷ്ടപ്പെട്ട പിണറായി വിജയന്റെ ശൈലി മാറിയ രാഷ്ട്രീയ സാഹചര്യത്തിൽ UDF സർക്കാരിനെ പ്രതിരോധത്തിലാക്കാൻ പര്യാപ്തമല്ലെന്നാണ് ഉയർന്നുവരുന്ന ആക്ഷേപം. പിണറായി മാറണമെന്ന ആവശ്യത്തിലേക്ക് പാർട്ടിയിലെ യുവതുർക്കികൾ വിരൽ ചൂണ്ടുന്നത് CPMലെ വലിയൊരു യുഗ അവസാനത്തിന്റെ സൂചനയാണ്. ബംഗാൾ ഘടകത്തിന് സമാനമായി കേരളത്തിലും വിശാല സംസ്ഥാന സമിതി വിളിച്ച് തെറ്റുതിരുത്തൽ രേഖ അംഗീകരിക്കാൻ കേന്ദ്ര കമ്മിറ്റി നൽകിയ നിർദ്ദേശം കേരളത്തിലെ ഔദ്യോഗിക ചേരിക്ക് കനത്ത തിരിച്ചടിയാണ്. കഴിഞ്ഞ ആഴ്ച 3 ദിവസമായി ചേർന്ന പ്രത്യേക കേന്ദ്ര കമ്മിറ്റി യോഗം തിരുത്തേണ്ട കാര്യങ്ങളുടെ കടുത്ത കരട് ഇതിനോടകം തന്നെ തയ്യാറാക്കിയിട്ടുണ്ട്. ഈ മാസം 23, 24 തീയതികളിൽ ചേരുന്ന സംസ്ഥാന സമിതി യോഗത്തിൽ കോഴിക്കോട് സമ്മേളനത്തിന്റെ അജണ്ടകൾ നിശ്ചയിക്കുമ്പോൾ തന്നെ വലിയ തർക്കങ്ങൾക്ക് വഴി തുറക്കുമെന്ന് ഉറപ്പാണ്. കേരളത്തിലെ CPMൽ വർഷങ്ങൾക്ക് ശേഷം കടുത്ത തെറ്റുതിരുത്തൽ സാധ്യത തെളിഞ്ഞു വരുന്ന ഒരു ഘട്ടമാണിത്. മുൻകാലങ്ങളിൽ പാർട്ടിയിലെ ചോദ്യം ചെയ്യപ്പെടാത്ത അധികാര കേന്ദ്രങ്ങളായിരുന്ന VS അച്യുതാനന്ദനെയോ പിണറായി വിജയന്റെയോ കടുത്ത ഗ്രൂപ്പിസമല്ല ഇവിടെയുള്ളത്. മറിച്ച് പാർട്ടിയുടെ നിലനിൽപ്പിനായി താഴെത്തട്ടിലുള്ള അണികൾ നേതൃത്വത്തിനെതിരെ തിരിയുന്ന തികച്ചും വ്യത്യസ്തമായൊരു ആഭ്യന്തര കലാപമാണിത്.